ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഡിഷാണ് പൈനാപ്പിൾ കൊണ്ടുണ്ടാക്കിയ ഒരു നല്ല പുളിശ്ശേരി. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുതായി നുറുക്കിയ പൈനാപ്പിൾ, 1 കപ്പ് കട്ട തൈര്, പിന്നെ 1 കപ്പ് കോക്കനട്ട്, ഓണിയൻ, ഗ്രീൻ ചില്ലി, പിന്നെ കുറച്ച് ജീരകവും മിക്സിയിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മുടെ പൈനാപ്പിളും കുറച്ച് വെള്ളവും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് അടച്ചു വെച്ച് വേവിക്കുക. പൈനാപ്പിൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഈ പൈനാപ്പിളിലോട്ട് നമുക്ക് ആ കോക്കനട്ട് അടിച്ചു വെച്ചേക്കുന്ന പേസ്റ്റും തൈരും ചേർത്ത് കൊടുക്കുക. തൈരും മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം, എന്നാലേ ഒന്ന് ലൂസായി കിട്ടത്തുള്ളൂ. ആ മിക്സിയിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ മിക്സിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടുക. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് പൈനാപ്പിളിൽ മധുരം കുറവാണെങ്കിൽ 1 ടീസ്പൂണും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം പഞ്ചസാര. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. 4 സൈഡിൽ നിന്നും കുമിള വരും വരെ ഇതിനെ മിക്സ് ചെയ്തുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. 4 സൈഡിൽ നിന്നും കുമിള വരുമ്പോഴത്തേനും ഈ സ്റ്റൗ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മുടെ കടുക് വറുത്തത് ഇട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.